ഖുത്ബുസ്സമാന്റെ മഹത്വം ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങി. ആ തിരുസാന്നിധ്യം തേടി പലരും കടന്നു വന്നു. ഗൗസുൽ ആളം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ പൗത്രൻ ഷെയ്ഖ് സയ്യിദ് ഹാഷിമുദ്ദീൻ ജീലാനി ഖുത്ബുസ്സമാന്റെ തിരുസാന്നിധ്യത്തിൽ വരികയും, ഞങ്ങൾ യാദൃച്ഛികമായി വന്നതല്ലെന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണ് എന്ന് അറിയിക്കാൻ ഞങ്ങളുടെ ഉപ്പാപ്പയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ വന്നതെന്നും പ്രഖ്യാപിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. അൽഹംദുലില്ലാഹ് നഹ്നു ഹുനാ അൽയൗം ഫീ സിയാറതികും ലൈസ ബൈ ചാൻസ് ولكن هو بأمر رباني روحاني من سيدنا الشيخ عبد القادر الجيلاني بأن نأتي لزيارتكم في هذا المكان في سماحة الشيخ يوسف سلطان. لمن لم يستطع ذهاب إلى بغداد وزيارة سيدنا الشيخ عبد القادر فإن أولاده أتوا إلى زيارتهم والدعاء إليهم في هذا المكان. ഉറൂസിലെ പ്രധാന ചടങ്ങാണ് പട്ടുമാറ്റൽ ചടങ്ങ്. സയ്യിദ് ഹാഷിമുദ്ദീൻ ജീലാനിയാണ് ഓരോ ചടങ്ങുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഉറൂസിൽ പങ്കെടുക്കാൻ വരുന്ന ആയിരക്കണക്കിന് ആളുകളിൽ പ്രത്യേകക്കാർക്കു മാത്രമേ ഈ ദിനങ്ങളിൽ ഈ ഭാഗത്തേക്ക് പ്രവേശനം നൽകുകയുള്ളൂ. അവരിൽ തന്നെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവുമായി അടുത്ത കുടുംബ ബന്ധം പുലർത്തുന്നവർക്കും മറ്റു രാഷ്ട്ര നേതാക്കൾക്കും മാത്രമാണ് മക്ബറക്കുള്ളിലേക്ക് പ്രവേശിക്കാനാവൂ. പിന്നീട് നടന്നത് ഹബീബും മഹബൂബും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു. യിൽ നിന്ന് പുറത്തെടുത്ത ഈ പട്ട് ബഗ്ദാദ് ഗവൺമെന്റിന്റെ കീഴിൽ അവിടുത്തെ ഔഖാഫ് പ്രത്യേകക്കാർക്ക് മാത്രം മുറിച്ചു നൽകാറുള്ളതാണ്. എന്നാൽ ഈ വർഷത്തെ ചടങ്ങുകൾക്ക് ശേഷം ദർഗാ സ്ഥാനപതി സയ്യിദ് ഹാഷിമുദ്ദീൻ ജീലാനി ഈ പട്ട് ഖുത്ബുസ്സമാന് കൈമാറി. ഇത് ഇന്നും ആലുവയിലെ ജീലാനി മൻസിലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബഗ്ദാദ് ഷരീഫിലെ വിശുദ്ധ ഖുബ്ബയുടെ 800 വർഷത്തോളം പഴക്കമുള്ള ശിലാഫലകവും ഖുത്ബുസ്സമാന് കൈമാറി. ആ ശിലാഫലകം ജീലാനി ഷരീഫിലെ കൊടിമരത്തിനു താഴ്ഭാഗത്തായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലാണ് ഖുത്ബുസ്സമാൻ ഇപ്പോഴുള്ളത്. തന്റെ ബഗ്ദാദ് യാത്രയിൽ ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ തിരു സാന്നിധ്യത്തിലുമെത്തി. റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രനും ദർഗയുടെ ഇപ്പോഴത്തെ സ്ഥാനപതിയുമായ ഷെയ്ഖ് സയ്യിദ് അഹ്മദ് ഹസൂൻ അൽ റിഫാഇ ഖുത്ബുസ്സമാനെ ആവേശത്തോടെ സ്വീകരിച്ചാനയിച്ചു. കൂടാതെ കാണിക്കയായി റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിരുന്ന വാൾ ഹസൂൻ റിഫാഇ ഖുത്ബുസ്സമാന് കൈമാറുകയും ചെയ്തു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നീട് ഒരു വെള്ളിയാഴ്ച ഖുത്ബുസ്സമാന്റെ ഖാദിമായ സക്കീർ ഹുസൈൻ തിരുവനന്തപുരം ബസറയിലെ റിഫാഇ മസ്ജിദിലേക്ക് ജുമുഅ നമസ്കാരത്തിനായി ചെന്നപ്പോൾ സയ്യിദ് അഹ്മദ് ഹസൂൻ അർ റിഫാഇ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ കൂടെ അന്ന് വന്നിരുന്ന നിങ്ങളുടെ ഷെയ്ഖ്
ഖുതുബുസ്സമാനാണെന്നും അത് പരസ്യമായി പ്രഖ്യാപിക്കാനും ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ജുമുഅയിലെ ഖുതുബയിൽ അക്കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല, തന്റെ സ്വന്തം കൈപ്പടയിൽ അത് രേഖപ്പെടുത്തി ഒപ്പുവെച്ച് സീൽ ചെയ്ത കത്ത് സക്കീർ ഹുസൈന് കൈമാറുകയും ചെയ്തു. കൂടാതെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ പൗത്രനും ദർഗാ സ്ഥാനപതിയുമായ സയ്യിദ് അഹ്മദ് ഹസൻ അൽ റിഫാഇ ആലുവ ജീലാനി ഷരീഫിൽ വന്ന് ഈ ഇരിക്കുന്നത് ഖുതുബുസ്സമാനാണെന്ന് പ്രഖ്യാപിക്കാൻ എന്നോട് എന്റെ ഉപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് വിളംബരം ചെയ്തിട്ട് മാസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. إن هذا يوسف سلطان هو له كرامات واسعة وإنه قطب زمان. ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രത്തിലെ കൊച്ചു സംസ്ഥാനമായ കേരളക്കരയിലെ ഏതാനും ചില പണ്ഡിത വേഷധാരികളുടെ വികൃത ചിന്തകൾ ഖുതുബുസ്സമാനെതിരെ തിരിയുമ്പോൾ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ പേരമക്കളും ഖുതുബുസ്സമാനെ പ്രശംസിക്കുന്നത് കണ്ണുള്ളവരെ കാണാൻ ശ്രമിച്ചാലും കാതുള്ളവരെ ഒരു വേള ചെവി കൊടുത്താലും ബുദ്ധിയുള്ളവരെ ഒരൽപ്പം ചിന്തിച്ചാലും